ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതി കേരളം വിട്ടുപോകരുത്, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, പരാതിക്കാരിയെയും സാക്ഷികളെയും സ്വാധീനിക്കരുത്, സുപ്രീം കോടതി വ്യവസ്ഥകൾ പാലിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി ബി വിനോദ് വീണ്ടും ചേരുന്നു. വിനോദ്, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സ്വാഭാവിക നടപടിക്രമമായിരുന്നു. അതിനുശേഷം കോടതി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. എന്താണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത്? ടോം, നേരത്തെ തന്നെ സിദ്ദിഖിന് ജാമ്യം ലഭിക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അത് അനുവദിച്ചിരുന്നതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക, അതിനു മുൻപ് സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികളോടെയാണ് ജാമ്യം. കേരളം വിട്ടുപോകരുത്, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവുമായി സഹകരിക്കണം, 1 ലക്ഷം രൂപ കെട്ടിവെക്കണം, പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം കോടതിക്ക് മുന്നിൽ പോലീസും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. സിദ്ദിഖിന് കർശന ഉപാധികളോട് മാത്രമേ ജാമ്യം നൽകാവൂ എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഫേസ്ബുക്കിലൂടെയാണ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചു, അവിടെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഈ പോലീസ് റിപ്പോർട്ടിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ സിദ്ദിഖ് ഹാജരാകണം, സംസ്ഥാനം വിട്ടു പോകരുത് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉന്നയിച്ചിരുന്നു. ഏറെക്കുറെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി നടന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ സിദ്ദിഖിന് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ പങ്ക് വ്യക്തമാക്കുന്നുണ്ടല്ലോ. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബലാത്സംഗം ചെയ്തതായി പോലീസിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് വിനോദ്? ടോം, നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ് സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന് കാര്യമായ ഒരു പ്രസക്തിയില്ല. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ, അതായത് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. കുറ്റപത്രം അവിടേക്കാണ് എത്തേണ്ടത്, അവിടെ വിചാരണ നടക്കേണ്ടതുണ്ട്. ജാമ്യം കിട്ടിയത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി അല്ലാതാകുന്നില്ല. അവിടെ വിചാരണ പൂർത്തിയാകുമ്പോൾ, വാദപ്രതിവാദങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് കുറ്റവാളിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു തീർപ്പുണ്ടാകുക. ഏതായിരുന്നാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച അന്വേഷണ വിവരങ്ങൾ അതാണ് റിപ്പോർട്ടായി അന്വേഷണ സംഘം ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന കാര്യവും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അന്വേഷണ സംഘം പറയുന്നു. വ്യക്തമാണ്. ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിലാണ് നടൻ സിദ്ദിഖിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.